ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ കേരള ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇന്ത്യയിലെ അംഗീകൃത ചികിത്സാ സമ്പ്രദായമായ യോഗയും പ്രകൃതി ചികിത്സയും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വർക്കലയിൽ ആരംഭിച്ച പ്രകൃതി ചികിത്സ ആശുപത്രിയും വിവിധ സ്കീമുകളുടെ കീഴിൽ നടന്നു വരുന്ന യോഗ പ്രകൃതി ചികിത്സ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതും അതിൻ്റെ വളർച്ചയിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യാവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ഉപകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. ജൂൺ 21 എല്ലാ വർഷവും ലോകമെമ്പാടും യോഗാ ദിനമായി ആചരിക്കുകയുമാണ്. ഈ വർഷത്തെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 മുതൽ ഇന്നും 30-ാം തീയതി വരെ 10 ദിവസം ഞങ്ങളുടെ ഡോക്ടർമാർ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി സൗജന്യ യോഗ പരിശീലനം നൽകി വരികയായിരുന്നു. 2-ാം തീയതി ഞങ്ങൾ ഇവിടെ മഹാത്മാ അയ്യങ്കാളി ഹാളിൽ വെച്ച് യോഗ സമ്മേളനം നടത്തുകയാണ്. ആ വിവരം അനൗൺസ് ചെയ്യാനാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. സമ്മേളനത്തിന് ശേഷം അതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ തുടർ പഠന പരിപാടിയും ഓൺലൈനായിട്ട് നടത്തുന്നതായിരിക്കും. കാരണം ഞങ്ങൾക്ക് മറ്റ് സാങ്കേതിക കാരണങ്ങൾ മൂലം ഒരു ദിവസത്തേക്ക് ഈ സമ്മേളനം ചുരുക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മറ്റു വിഷയങ്ങളിൽ ഉള്ള സെമിനാറുകൾ ഞങ്ങൾ തുടർ ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് നടത്തുന്നതായിരിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹം 11 മണിക്ക് എത്തി ഈ മഹാത്മാ അയ്യങ്കാളി ഹാളിൽ വെച്ച് ഈ യോഗ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വാമി വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി അതിൻ്റെ ചാൻസലർ ശ്രീ HR നാഗേന്ദ്ര അതിൽ വിശിഷ്ടാതിഥിയായിരിക്കും. അതിന് തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മഞ്ജുനാഥ് ശർമ്മ അദ്ദേഹവും അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പാനൽ ഡിസ്കഷൻ്റെ ചെയർമാനായിരിക്കും ഡോക്ടർ മഞ്ജുനാഥ് ശർമ്മ. കേരളത്തിലെ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡയറക്ടർ, അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ, സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ശ്രീ അനു S നായർ ഇവരെല്ലാവരും നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഇവിടെ കേരള മെഡിക്കൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള ഡോക്ടർ ഷിംജി, ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ ദിനേശ് കർത്ത, ഡോക്ടർ സിജിത്ത്, അതുപോലെ തന്നെ വർക്കല ഗവൺമെൻറ് പ്രകൃതി ചികിത്സാ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KR ജയകുമാർ, അദ്ദേഹമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇവരെല്ലാവരും ഈ സമ്മേളനത്തിൽ പേപ്പറുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഡോക്ടർ KR ജയകുമാർ വർക്കല ഗവൺമെൻറ് പ്രകൃതി ചികിത്സാ ആശുപത്രിയിലെ മുൻ CMO ആണ്. അതുപോലെ തന്നെ ഡോക്ടർ ചൈതന്യ ചന്ദ്രൻ, ചൈതന്യ CS, അവർ തിരുവനന്തപുരത്ത് തന്നെ സ്വന്തമായിട്ട് യോഗ ക്ലാസ്സുകൾ, ഓൺലൈൻ യോഗ ക്ലാസ്സുകളും കൺസൾട്ടേഷനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നാഷണൽ ആയുഷ് മിഷനിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഡോക്ടർ കൃഷ്ണ ദേവരാജൻ സ്റ്റാച്യുവിൽ തന്നെ സമത്വം എന്ന് പറയുന്ന യോഗ നാച്ചുറോപ്പതി കൺസൾട്ടേഷൻ സെൻറ്റർ നടത്തി വരുന്നു. ഞാൻ ഡോക്ടർ ബാബു ജോസഫ്, നേരത്തെ വർക്കല ഗവൺമെൻറ് പ്രകൃതി ചികിത്സാ ആശുപത്രിയിലെ CMO ആയിട്ട് 25 വർഷം ജോലി ചെയ്യുകയും പിന്നീട് പൂന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി ഡയറക്ടറായി 10 വർഷം ജോലി ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഫ്രീലാൻസറായിട്ട് നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. യോഗയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കൂടി അതിൻ്റെ ഗുണം കിട്ടത്തക്ക രീതിയിലാണ് ഞങ്ങൾ പേപ്പർ പ്രസൻറ്റേഷനും കാര്യങ്ങളും എല്ലാം ഈ സമ്മേളനത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ പങ്കാളിത്തവും ഞങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം പരമാവധി ഞങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിൻ്റ് മീഡിയയുടെ കൂടി സപ്പോർട്ട്, അതുപോലെ തന്നെ മറ്റ് വിഷ്വൽ മീഡിയാസിൻ്റെയും സപ്പോർട്ടുണ്ടെങ്കിൽ
തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ജനങ്ങളെയെങ്കിലും കൂടുതലായിട്ട് ഈ സമ്മേളനത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ ജയകുമാർ തുടർന്ന് നിങ്ങളോട് സംസാരിക്കും. ആരോഗ്യരംഗത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മുടെ പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ള രീതിയിലും ഒരു ക്യൂറേറ്റീവ് മെഷർ എന്നുള്ള രീതിയിലും ഇന്ന് സാധാരണക്കാരൻ മുതൽ ഏത് ഉന്നതതലത്തിലുള്ള വ്യക്തികൾക്ക് വരെ അവരുടെ ജീവിതചര്യയുടെ ഭാഗമായി സ്വീകരിക്കാൻ പറ്റുന്ന 2 ഔഷധങ്ങളാണ് യോഗയും നാച്ചുറോപ്പതി. ആ ഔഷധങ്ങളുടെ പ്രാധാന്യം ഇന്ന് ദൈനംദിനം കൂടി വരികയാണ്. ഇന്ന് ആശുപത്രികളുടെ എണ്ണവും ഡോക്ടർമാരുടെ എണ്ണവും മരുന്നുകളുടെ എണ്ണവും എല്ലാം കൂടി വരികയാണ്. ആ സമയത്ത് രോഗനിവാരണം അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കൂൾ തലം മുതൽ എല്ലാ തലങ്ങളിലും ഈ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. പ്രകൃതി ജീവനം എന്താണ്, പ്രകൃതി ചികിത്സ എന്താണ്, അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് ജനങ്ങളിലേക്ക് ആ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇടപാടുകളാണ്. ഒരു പനി വന്നാൽ പോലും ഒരു സാധാരണ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ 1000 രൂപ തൊട്ട് 10,000 രൂപ വരെ ഇന്ന് നമ്മൾ ചിലവാക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചിലവ് വീണ്ടും കൂടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ മാറ്റം ആവശ്യമാണ്. പ്രകൃതിയിലേക്ക് മടങ്ങണം, പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം, പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കളെ നമ്മുടെ ആരോഗ്യകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും മാരകമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താനും ഏറ്റവും പറ്റിയ മാർഗം എന്നുള്ള രീതിയിലാണ് യോഗയും നാച്ചുറോപ്പതിയും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇപ്പോൾ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ മീഡിയകളുടെയും സാധാരണക്കാരുമായിട്ട് ഇടപെടുന്ന ആൾക്കാരുടെയും എല്ലാം സഹകരണം ആവശ്യമാണ്. ഇപ്പം നമ്മുടെ മന്ത്രിസഭ തുടങ്ങിയിരിക്കുന്ന തൂഫാൻ എന്ന് പറയുന്ന ലഹരിയിലേക്ക് ജനങ്ങൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, മദ്യത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അക്രമവും എല്ലാം കൂടി വരികയാണ്. അതിനെല്ലാം നമുക്കൊരു മനസ്സിനെ നിയന്ത്രിക്കാനും ശരീരത്തിനെ നിയന്ത്രിക്കാനും ഈ 2 മാർഗങ്ങളെ നിലവിലുള്ളൂ എന്ന് ഇന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുകയാണ്. ആ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾ സഹകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പൊതുവെ പറഞ്ഞു പോകാമെങ്കിലും അത് ഓരോ തലത്തിലും അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ്. നമുക്ക് ഇന്നൊരു സൊസൈറ്റിയിൽ കാണുന്ന ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവരായിരിക്കും. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് എന്ന് പറയാൻ പറ്റുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഫിസിക്കലി നിങ്ങളുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിലാണെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയാണ്, എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു ജലദോഷം വന്നാലോ പനി വന്നാലോ ഒക്കെ നമ്മൾ പെട്ടെന്ന് പറയും എനിക്ക് പനിയാണ് ജലദോഷമാണെന്നൊക്കെ. പക്ഷെ എൻ്റെ മനസ്സിന് സുഖമില്ല എന്ന് പൊതുവെ തുറന്നു പറയാറുണ്ടോ? ഇല്ല, അത് കുറവാണ് അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിക്കാൻ, അത് ഹെൽത്തി ഒരു ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നാച്ചുറോപ്പതിക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കുക, അതുപോലെ പുതിയ ജനറേഷൻ, പുതിയ ഡോക്ടേഴ്സ്, നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ആശയം കൃത്യമായി എല്ലാ പേരിലേക്കും എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഒരു CME കൂടി അതിനോടൊപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെയും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. താങ്ക് യു. നമസ്കാരം. നമ്മളിപ്പം പൊതുജനങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും എല്ലാം ഒരുപാട് ജീവിതശൈലിനെ കുറിച്ചും അല്ലെങ്കിൽ കുറെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് എല്ലാം എല്ലാവരും കാണുന്നുണ്ടാവും. നമ്മുടെ ഫീഡ് തുറന്നാൽ തന്നെ നമുക്കറിയാം. പക്ഷെ അതിൽ ഒത്തന്റിക് ഏതാണ്, സയന്റിഫിക് വശമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഗവേഷണങ്ങൾ നടന്ന് നമ്മുടെ ആരോഗ്യത്തിന് മെച്ചപ്പെട്ടത് എന്നാണ്, അത് പൊതുജനങ്ങളിലേക്ക് എത്തണം. ഈ ഒരു സ്പേസിൽ ഒരുപാട് പേര് അല്ലെ, എല്ലാവർക്കും വേണമെങ്കിൽ ഒരു കോഴ്സ്, ഷോർട്ട് ടേം കോഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഡോക്ടർ ആവാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ശാസ്ത്രീയമായി പഠിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡിന് മുന്നേ വരെ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തെ പറ്റി ആൾക്കാർക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. നമ്മൾ എങ്ങനെ നോക്കണം, കോവിഡ് ആയപ്പോൾ എല്ലാവരുടെയും ആരോഗ്യം എല്ലാം മോശമായി തുടങ്ങിയത്, മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം. അപ്പോഴും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് നമ്മൾ അത്ര ഹെൽത്തി അല്ലാന്ന്. അപ്പൊ ആ ഒരു അവസരത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമുക്ക്
ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാതെ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചെലവുണ്ടാക്കാതെ, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസിലേക്ക് പോവാതെ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം അതിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് നമ്മുടെ OP-യിലെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഡോക്ടേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകണം എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഇതിൽ ക്ഷണിക്കുന്നു. ആൻഡ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നമസ്കാരം.